അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാണുന്ന 50 ലിറ്റർ ബക്കറ്റുകളിൽ ആദ്യത്തെ 3 എണ്ണത്തിൽ നമ്മൾ വാട്ടർ ചേഞ്ച് ചെയ്യാൻ പോവുകയാണ്. അവസാനത്തെ ഈ 2 എണ്ണത്തിൽ നമ്മൾ ഈ അടുത്ത് ചെയ്തതാണ് വാട്ടർ ചേഞ്ച്. എന്നിട്ട് നമ്മൾ അതിനകത്ത് ആൽബിനോ ജയൻറ്റ് ഗൗരാമികൾ കൊണ്ടുവന്ന് ഇട്ടിട്ടുണ്ടായിരുന്നു. ചെറിയ 2 ഇഞ്ച് വലിപ്പമുള്ള ഈ കാണുന്നതാണ്. അപ്പോൾ ഇത് നമ്മൾ സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഓൾറെഡി നമ്മൾ ക്ലീനിങ്ങും വാട്ടർ ചേഞ്ചൊക്കെ ചെയ്തതിന് ശേഷമാണ് ഈ ഒരു ചെറിയ ആൽബിനോ ജയൻറ്റ് ഗൗരാമികളെ നമ്മൾ ഇതിലേക്ക് കൊണ്ടുവന്ന് ഇട്ടത് കേട്ടോ. അപ്പോൾ നമ്മൾ ഇനി പെൻഡിങ് ഉള്ളൊരു പണി എന്ന് പറയുന്നത് ഈ കാണുന്ന 3 ബക്കറ്റിലെ വാട്ടർ ചേഞ്ച് ആയിരുന്നു. കുറച്ച് നാളായി നമ്മൾ വാട്ടർ ചേഞ്ച് ചെയ്തിട്ട്, അപ്പോൾ തീർച്ചയായിട്ടും സമയമായിട്ടുണ്ട് വാട്ടർ ചേഞ്ചിന്. അപ്പോൾ ഇതിനകത്ത് കിടക്കുന്നത് ബ്ലാക്ക് ജയൻറ്റ് ഗൗരാമികളാണ്. നമ്മൾ കുറേ നാൾ മുമ്പ് വാങ്ങിയതാണ്. ഏകദേശം 1 വർഷത്തോളമൊക്കെ ആയിട്ടുണ്ട്. തീരെ ചെറിയ സൈസിൽ ഒരു 2 ഇഞ്ച് 2-2.5 ഇഞ്ച് സൈസുള്ളപ്പോൾ നമ്മൾ വാങ്ങിയതാണ്. ഇതിൽ നമ്മൾ ഇടുന്ന സമയത്ത് ആദ്യത്തെ 2 ബക്കറ്റിൽ കിടക്കുന്നത് ഏകദേശം ഒരേ സൈസായിരുന്നു. ഈ 3-ാമത്തെ ബക്കറ്റിൽ കിടക്കുന്നത് കുറച്ച് ചെറിയ സൈസായിരുന്നു നമ്മൾ ഇടുന്ന സമയത്ത്. അപ്പോൾ അവരുടെ ഇപ്പോഴത്തെ കറൻറ്റ് സൈസ് എത്രയാണെന്ന് എനിക്കും അറിയില്ല. കാരണം ഇതിൽ ഫുള്ളായിട്ട് ആൽഗി അടിച്ച് കിടക്കുകയാണ്. നമ്മൾ തീറ്റ കൊടുക്കുമ്പോൾ ഒരു നല്ല രീതിയിൽ കഴിക്കും. പക്ഷേ ഇവരുടെ സൈസ് അറിയണമെന്നുണ്ടെങ്കിൽ വാട്ടർ ചേഞ്ച് ചെയ്യണം. അപ്പോൾ എന്തായാലും ഇത് നമ്മൾ വാട്ടർ ചേഞ്ച് ചെയ്യാൻ പോവുകയാണ്. അതേസമയം തന്നെ നമുക്ക് ഇവരുടെ ഗ്രോത്ത് അറിയാൻ പറ്റും. അപ്പോൾ ഇതൊരു ഗ്രോത്ത് അപ്ഡേറ്റ് വീഡിയോ കൂടിയാണ് ഈ 3 ബ്ലാക്ക് ജയൻറ്റ് ഗൗരാമികളുടെ. ഇതിനകത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ആ ഫ്രിഡ്ജ് ബോക്സിൽ നമ്മളടുത്ത് വീഡിയോ ചെയ്തിരുന്നു. നമ്മുടെ വലിയ ബ്ലാക്ക് ജയൻറ്റ് ഗൗരാമികൾ ഒരെണ്ണമാണ് ആ ഒരു ഫ്രിഡ്ജ് ബോക്സിൽ കിടക്കുന്നത്. ഇപ്പോൾ ഈ കാണിച്ചത് നമ്മുടെ ഔട്ട്ഡോർ ടാങ്കാണ്. അതിനകത്താണ് നമ്മുടെ ബാക്കി ജയൻറ്റ് ഗൗരാമികളും വലിയ ആൽബിനോ ജയൻറ്റ് ഗൗരാമികളും ഓസ്കാറുകളൊക്കെ കിടക്കുന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ നെറ്റ് കാര്യങ്ങളൊക്കെ തുറന്നിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല രീതിയിൽ ആൽഗെ വന്നിട്ടുണ്ട്. വെള്ളവും നല്ല രീതിയിൽ തിക്കായിട്ട് പച്ചക്കളറിൽ വന്നിട്ടുണ്ട്. എന്തായാലും ഇത് മാറ്റിയേ പറ്റും. മാത്രമല്ല, ഇങ്ങനെ ഗ്രീനിഷ് ആയിട്ട് കിടക്കുന്ന സമയത്ത് നമുക്ക് ഈ വെള്ളത്തിൻ്റെ ക്വാളിറ്റി കൃത്യമായിട്ട് അറിയാനും പറ്റില്ല. കാരണം ഇതിനകത്ത് അടിഭാഗത്തായിട്ട് ഇവരുടെ വേസ്റ്റ് നല്ല രീതിയിൽ അടിഞ്ഞു കൂടിയിട്ടുണ്ടായിരിക്കും. പിന്നെ ഇതിനകത്ത് നമ്മൾ എയറേഷൻ കൊടുക്കുന്നില്ല. അതുകൊണ്ട് തന്നെ വെള്ളം ഫുള്ളായിട്ട് കണ്ടീഷനായിട്ട് കിടക്കുമ്പോൾ നമുക്ക് ഗ്യാരണ്ടി പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഫ്രീക്വൻ്റ് ആയിട്ട് നമ്മൾ ചെക്ക് ചെയ്ത് വാട്ടർ ചേഞ്ച് കൊടുക്കുക തന്നെ വേണം. അല്ലാന്നുണ്ടെങ്കിൽ മീനുകൾക്ക് പണി കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ പച്ച കളറായിട്ടുണ്ട്. പിന്നെ ലാസ്റ്റ് വാട്ടർ ചേഞ്ച് ചെയ്തത് നമുക്ക് ഏകദേശം ഓർമ്മയുണ്ട്. അപ്പോൾ അത്യാവശ്യം എനിക്ക് തോന്നുന്നു ഒരു ഗ്യാപ്പ് വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അർജൻറ്റായിട്ട് മാറ്റുന്നത് തന്നെയാണ് നല്ലത്. ഇനി ഡിലേ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും ഇഷ്യൂ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ വാട്ടർ ചേഞ്ചിനായിട്ട് നമ്മൾ സൈഫണും കാര്യങ്ങളൊക്കെ സെറ്റാക്കി ഇട്ടിട്ടുണ്ട്. ടെറസിൻ്റെ മുകളിലായതുകൊണ്ട് നല്ല ഫോഴ്സിലാണ് വെള്ളം താഴേക്ക് വലിഞ്ഞു പോകുന്നത്. ഭയങ്കര സ്ട്രോങ് സക്ഷൻ ആയിരിക്കും. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ബക്കറ്റിലേക്ക് ഇട്ട് കൊടുക്കുന്ന ആ ഒരു എൻഡ് നമ്മൾ കൈകൊണ്ട് ഒന്ന് മറച്ച് പിടിക്കുന്നത് നല്ലതാണ്. കാരണം മീനുകളൊക്കെ അതിൻ്റെ അടുത്തേക്ക് വരുന്ന സമയത്ത് പെട്ടെന്നായിരിക്കും ഈ ഒരു ഹോസിൻ്റെ ഉള്ളിലേക്ക് അവരുടെ സ്കിന്ന് വലിഞ്ഞു കയറുന്നത്. ഈ ഒരു ഇത്രയും ഹൈറ്റിലൊക്കെ വരുമ്പോൾ മാത്രമാണ് ഇത്രയും സക്ഷൻ പവർ വരുന്നത്. നമ്മൾ ഗ്രൗണ്ട് ലെവലിലൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നോർമൽ ഫോഴ്സിലായിരിക്കും വരുന്നത്. ഇപ്പോൾ ഇങ്ങനെ ടെറസിൻ്റെ മുകളിലൊക്കെയാണ് നിങ്ങൾ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ നല്ല ശ്രദ്ധ കൊടുത്താൽ മതി. അല്ലാന്നുണ്ടെങ്കിലൊക്കെ നമുക്ക് ഇതുപോലെ ഇട്ട് പോവാം. ഇവിടെ നമുക്ക് തീരെ ഇങ്ങനെ ഇട്ട് വെച്ച് പോകാനായിട്ട് പറ്റില്ല. ഞാനൊരു കൈ വെക്കാറുണ്ട്. കാരണം ഇതിലേക്ക് നമ്മൾ ഇട്ടിരിക്കുന്ന ആ എൻഡ് കണ്ടില്ല, അത് നമ്മൾ കൈ വെച്ച് പിടിക്കാറുണ്ട്. ഇപ്പോൾ ഞാൻ ഓഫ് ചെയ്തിട്ടിരിക്കുകയാണ്. ഈ കാണുന്നതാണ് നമ്മുടെ ആദ്യത്തെ ബക്കറ്റിൽ എടുക്കുന്ന ജയൻറ്റ് ഗൗരാമി. നമ്മൾ കുറച്ച് വെള്ളത്തിൽ ഇപ്പോൾ ഇട്ടിരിക്കുകയാണ്. എന്തിനാണ് ഇങ്ങനെ ഇട്ടേക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ കുറച്ച് ചെരിഞ്ഞ് നിൽക്കും. അപ്പോൾ നമുക്ക് ക്ലിയർ ആയിട്ട് ഇതിൻ്റെ സൈസ് അറിയാനായിട്ട് പറ്റും. അഴുക്കായിട്ടുള്ള വെള്ളം മൊത്തം നമ്മൾ വലിച്ച് കളഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഇപ്പോൾ ഫ്രഷ് വെള്ളത്തിലാണ് ഇപ്പോൾ ഇത് കിടക്കുന്നത്. പക്ഷേ നമ്മൾ ഫുള്ളായിട്ട് നിറച്ച് കൊണ്ടുവന്നിട്ടില്ല. ഇപ്പോൾ അത് കുറച്ച് ചെരിഞ്ഞാണ് കിടക്കുന്നത്, നിങ്ങൾക്ക് കാണാം. അപ്പോൾ ക്ലിയർ ആയിട്ട് നമുക്ക് അതിൻ്റെ സൈസും കളറ് കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് പറ്റും. അപ്പോൾ ഇതിൻ്റെ സൈസ് വരുന്നത് ഏകദേശം ഒരു 7-നും 8-നും ഇടയ്ക്കാണ്. അതായത് 7 ഇഞ്ചിനും 8 ഇഞ്ചിനും ഇടയ്ക്കാണ് സൈസ് വരുന്നത്. 8-ൽ താഴെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പിന്നെ ഇതിൻ്റെ ബോഡി ഞാൻ ചെക്ക് ചെയ്ത് നോക്കി. അത്യാവശ്യം നല്ല ഫിഗറിൽ തന്നെയാണ് ഇരിക്കുന്നത്. ബോഡി നല്ല പരന്നിരിക്കുന്നുണ്ട്. അതുപോലെ ഫിൻസൊക്കെ വിടർന്നാണ് ഇരിക്കുന്നത്. അതുപോലെ കളർ നിങ്ങൾ ശ്രദ്ധിച്ചോ, കളർ നല്ല ഡാർക്ക് എന്താ പറയുക ബ്ലാക്ക് കളറിലാണ്. അത് ഈ ആൽഗെ വാട്ടറിൽ വളർത്തുന്നതുകൊണ്ടാണ്. ഇതിൻ്റെ ആ ഒരു ഡിഫറൻസ് ഞാൻ പിന്നീട് കാണിച്ചു തരാം. നമ്മൾ അടുത്ത വാട്ടർ ചേഞ്ച് ചെയ്യാൻ പോകുന്നത് നമ്മുടെ കാർ പോർച്ചിൽ കിടക്കുന്ന ആ ഒരു ടാങ്കിലത്തെ ബ്ലാക്ക് ജയൻറ്റ് ഗൗരാമിക്കാണ്. അപ്പോൾ അതിൻ്റെ കളർ ഇതുപോലെ ബ്ലാക്ക് അല്ല, കാരണം അത് ആൽഗെ വാട്ടറിലല്ല കിടക്കുന്നത്. അത് ഞാൻ വാട്ടർ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് കാണിക്കാം. അപ്പോൾ എന്തായാലും നമ്മൾ ഈ ഫസ്റ്റ് ബക്കറ്റിലെ വെള്ളം ഇപ്പോൾ ടോപ്പ് അപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ കാണുന്നതാണ് നേരത്തെ നമ്മൾ കാണിച്ച ആ ഒരു ബ്ലാക്ക് ജയൻറ്റ് ഗൗരാമി. അപ്പോൾ അതിൻ്റെ ഫിഗർ കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. സൈസ് ഞാൻ പറഞ്ഞു ഏകദേശം 7-നും 8-നും ഇടയ്ക്കാണ് വരുന്നത്. ഇപ്പോൾ ഇത് നമ്മുടെ 2ാമത്തെ ബക്കറ്റിലെ വാട്ടർ ചേഞ്ച് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇത് കുറച്ച് വെള്ളത്തിൽ നമ്മൾ വീണ്ടും ഇട്ടിരിക്കുകയാണ്. ഇതാണ് 2ാമത്തെ ബക്കറ്റിൽ എടുക്കുന്ന ബ്ലാക്ക് ജയൻറ്റ് ഗൗരാമി. ഇതും നമ്മൾ ചെക്ക് ചെയ്ത് നോക്കി. ഇതിൻ്റെ സൈസും വരുന്നത് ഏകദേശം 7-നും 8-നും ഇടയ്ക്കാണ്. പിന്നെ ഇതിൻ്റെ കളറും അതുപോലെ ബോഡി കാര്യങ്ങളെല്ലാം ഓക്കെയാണ്. നല്ല ഡാർക്ക് ബ്ലാക്ക് കളറാണ്. വേറെ പ്രശ്നങ്ങളോ ഹെൽത്ത് ഇഷ്യൂ എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെയാണ് നമ്മൾ ചെക്ക് ചെയ്തത്. അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല, നല്ല ആക്റ്റീവായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. ഈ ആദ്യത്തെ 2 ബക്കറ്റിൽ കിടക്കുന്ന ബ്ലാക്ക് ജയൻറ്റ് ഗൗരാമികളും ഏകദേശം ഒരേ സൈസായിരുന്നു നമ്മൾ ഇട്ടപ്പോൾ. എനിക്ക് തോന്നുന്നു ഞാൻ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ 3ാമത്തെ ബക്കറ്റിൽ കിടക്കുന്നത് കുറച്ച് ചെറുതാണ്. അപ്പോൾ നമുക്ക് 3ാമത്തെ ബക്കറ്റിൽ വാട്ടർ ചേഞ്ച് ചെയ്യുമ്പോൾ നോക്കാം അതിൻ്റെ സൈസ് എത്ര വരുന്നുണ്ടെന്നുള്ളത്. അപ്പോൾ ആദ്യത്തെ 2 ബക്കറ്റിൽ കിടക്കുന്നത് ഏകദേശം 7 ഇഞ്ചിനും 8 ഇഞ്ചിനും
ഇടയ്ക്ക് സൈസ് വരുന്നുണ്ട്. അത്യാവശ്യം ലൈറ്റും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഉള്ളിലേക്ക് വരുമ്പോൾ നമുക്ക് ക്ലിയറായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കും ക്ലിയറായിട്ട് കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. പക്ഷേ ക്യാമറ ആംഗിളിൽ നോക്കുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഇതിൻ്റെ സൈസ് ക്ലിയറായിട്ട് മനസ്സിലാവില്ല. അതുകൊണ്ടാണ് നമ്മൾ ഏകദേശം എത്ര ഇഞ്ച് ഉണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും. ഇത് 50 ലിറ്ററിൻ്റെ ബക്കറ്റാണ്. നമ്മൾ കണ്ണുകൊണ്ട് ഡയറക്റ്റ് നോക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു സൈസല്ല നമ്മളിപ്പോൾ ഇതുപോലെ ക്യാമറയിൽ ഫ്രെയിമിൽ എടുക്കുന്ന സമയത്ത്. അതുകൊണ്ട് നമുക്ക് ചെറിയ സൈസായിട്ട് ഫീൽ ചെയ്യും, പക്ഷേ അങ്ങനെയല്ല. പിന്നെ മുമ്പ് ചെയ്ത വീഡിയോകളിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പരമാവധി നമ്മൾ ആൽഗെ വാട്ടറിൽ വളർത്തുകയാണെന്നുണ്ടെങ്കിൽ ഇവരുടെ കളർ കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ നിൽക്കും, നല്ല ബ്രൈറ്റ് ആയിട്ടും. അതുപോലെ ആ ഒരു ബ്ലാക്ക് കളർ ഇതേപോലെ നല്ല ഷൈനിങ് ആയിട്ട് നിൽക്കും. അതായത് തിളങ്ങുന്ന ഒരു ബ്ലാക്ക് കളറാണ്, സൈഡിലൊരു വെള്ളി കളർ പോലെയൊക്കെ കാണാം. അത് ഇങ്ങനെ ആൽഗെ വാട്ടറിൽ വളർത്തുമ്പോൾ നല്ല അടിപൊളിയായിട്ട് തന്നെ നിൽക്കും. അത് ഈ മീൻ മാത്രമല്ല, ഓസ്കാറുകൾ, ഇപ്പോൾ ടൈഗർ ഓസ്കാറിനെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ആ ബ്ലാക്കും ആ ഓറഞ്ച് കളറൊക്കെ ആൽഗെ വാട്ടറിലാണെങ്കിൽ അടിപൊളിയായിട്ട് കാണാം. അതേസമയം നമ്മൾ ക്രിസ്റ്റൽ ക്ലിയർ വെള്ളത്തിൽ വളർത്തുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള വെള്ളത്തിൽ അതിനകത്ത് ആൽഗെ ഗ്രോത്ത് ഒന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വെള്ളം അസിഡിക്കും കാര്യങ്ങളൊക്കെ നാച്ചുറലായിട്ടുള്ള ഫിൽട്രേഷൻ ഒന്നും നടക്കില്ല. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് pH കാര്യങ്ങളൊക്കെ കൂടിയിട്ട് അതിൻ്റെ സ്കിന്നിൻ്റെ കളറൊക്കെ ഫെയ്ഡ് ആവാൻ സാധ്യതയുണ്ട്. അസിഡിക് ആയിക്കഴിഞ്ഞാൽ അത് ചെതുമ്പലിനെ ബാധിക്കും. അത്തരം സാഹചര്യങ്ങളിലൊക്കെ കളർ ഫെയ്ഡ് ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതേ നമ്മൾ രണ്ടാമത്തെ ബക്കറ്റിലും വെള്ളം ടോപ്പപ്പ് ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇത് രണ്ടെണ്ണമാണ് നമ്മുടെ ആദ്യത്തെ 2 ബക്കറ്റിൽ എടുക്കുന്ന ജയൻറ്റ് ഗൗരാമികൾ. ഏകദേശം ഒരേ സൈസാണ്, നല്ല അടിപൊളിയായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ലൈറ്റ് ക്ലിയർ ആയിട്ട് കിട്ടില്ല എന്നാണ് വിചാരിച്ചത്, പക്ഷേ നല്ല ക്ലിയർ ആയിട്ട് തന്നെ ഇവരെ നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. കാരണം നിങ്ങളെ ക്ലിയർ ആയിട്ട് കാണിക്കണമെന്നുണ്ടായിരുന്നു എനിക്ക്. കാരണം നമ്മൾ മുമ്പൊക്കെ സെപ്പറേറ്റ് കണ്ടെയ്നറിലൊക്കെ ഇട്ട് കാണിക്കാറുണ്ടായിരുന്നു, ട്രാൻസ്പാരൻറ്റ് കണ്ടെയ്നറിൽ. ഇപ്പോൾ നമ്മളത് ചെയ്യുന്നില്ല, കാരണം ഇവർ കുറച്ച് വലിപ്പം വെച്ചു. അപ്പോൾ നമ്മൾ വല കൊണ്ടൊക്കെ പിടിക്കുമ്പോൾ ഒരു ഭയങ്കരമായിട്ട് പിടയ്ക്കൊക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ ശരീരമൊക്കെ ഡാമേജ് ആവാൻ സാധ്യതയുണ്ട്. പിന്നെ എക്സ്ട്രാ സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ പിടിക്കൽ ഒഴിവാക്കി കഴിഞ്ഞാൽ ഇത്തരം സാഹചര്യങ്ങളൊക്കെ നമുക്ക്, അല്ലെങ്കിൽ ഇവർക്ക് വരാവുന്ന സ്ട്രെസ്സ് കാര്യങ്ങളൊക്കെ ഒഴിവാക്കാനായിട്ട് പറ്റും. അപ്പോൾ കണ്ടില്ലേ, എല്ലാം അടിപൊളിയായിട്ട് അവർ കാം ആൻഡ് ക്വയറ്റ് ആയിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. ഇവർ ഓൾറെഡി ഇത്തരം സാഹചര്യത്തിൽ പരിചയമായിട്ടുണ്ട്. ഇവർ നല്ല രീതിയിൽ ഇണങ്ങുന്ന മീനുകളും കൂടിയാണ്. അപ്പോൾ ഇവർ കണ്ടില്ലേ, നമ്മളിപ്പോൾ വന്നാലൊന്നും അവരങ്ങനെ പേടിച്ച് പിന്മാറുന്നൊന്നുമില്ല. കാരണം ഇത് സ്ഥിരം അവർ കാണുന്നതാണ്. നമ്മൾ ഫുഡ് കൊടുക്കാനും കാര്യങ്ങളൊക്കെ വരുമ്പോൾ അവർ സ്ഥിരം കാണുന്ന സീനുകളാണ്. അതുകൊണ്ട് അവർക്കത് പരിചയമാണ്. അതുകൊണ്ടാണ് അവർ വേറെ എന്താ പറയുക, പേടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീന്തി പോവുക അതൊന്നും ചെയ്യാതെ വളരെ കൂളായിട്ട് നിൽക്കുന്നത് അതുകൊണ്ടാണ്. പിന്നെ ഈ ബക്കറ്റുകളിൽ നമ്മൾ എയറേഷൻ, ഫിൽട്രേഷൻ അതൊന്നും എക്സ്ട്രാ ആയിട്ട് കൊടുക്കുന്നില്ല. ജസ്റ്റ് വാട്ടർ ചേഞ്ച് മാത്രമാണ് ചെയ്യുന്നത്. പിന്നെ ഈ ബക്കറ്റിൻ്റെ സൈഡിലൊക്കെ നിങ്ങൾക്ക് ആൽഗെ കാണാം. അത് വേണമെങ്കിൽ നമുക്ക് സ്ക്രബ്ബറൊക്കെ ഉപയോഗിച്ച് കളയാം. ഞാൻ പറയാറുണ്ട് അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല. കാരണം പെട്ടെന്ന് തന്നെ വെള്ളം കണ്ടീഷൻ ആവാനായിട്ട് ഇതുപോലെ ഈ ആൽഗയൊന്നും ബക്കറ്റിൻ്റെ സൈഡിലിരുന്നാൽ കുഴപ്പമൊന്നുമില്ല. ജസ്റ്റ് കൈ കൊണ്ടൊന്ന് ഉരച്ച് കഴിക്കാൻ മാത്രം മതി. ജസ്റ്റ് കൈ, അല്ലെങ്കിൽ നിങ്ങൾ ഗ്ലൗസ് ഒക്കെ ഇടണമെങ്കിൽ ഗ്ലൗസ് ഇടണമെങ്കിൽ ഇടാം. സ്ക്രബ്ബർ ഉപയോഗിക്കണമെങ്കിൽ ഉപയോഗിക്കാം, പക്ഷേ വല്ലാതെ ഉരച്ച് കഴുകേണ്ട ആവശ്യമൊന്നുമില്ല. ഈ കൈ ഇതിൻ്റെയൊക്കെ സൈഡ് കണ്ടില്ല, പച്ച നിറത്തിൽ ആ പിടിച്ചിരിക്കുന്നത്, അത് നല്ല സ്ട്രോങ് ആയിട്ട് പിടിച്ചിരിക്കുന്നതാണ്. അതൊന്നും നമ്മൾ ഇളക്കി കളയാറില്ല. അപ്പോൾ വെള്ളം നല്ല അടിപൊളിയായിട്ട് തന്നെ കണ്ടീഷനായിട്ട് കിടക്കാറുണ്ട്. കണ്ടില്ലേ, അവർ നല്ല ഹാപ്പി ആയിട്ട് തന്നെയാണ് അതിൽ നിൽക്കുന്നത്. ജയൻറ്റ് ഗൗരാമികൾ മാത്രമാണ് ഇത്തരം ബക്കറ്റുകളിലൊക്കെ ഹാപ്പി ആയിട്ട് നിൽക്കുന്നത് ഞാൻ കണ്ടിട്ടുള്ളത്. അത് വലിയ പ്രശ്നവും കാര്യങ്ങളൊന്നുമില്ല. അവർ കാണുന്നുണ്ടെങ്കിൽ അത്യാവശ്യം ഡെപ്ത് ഉണ്ട്. അപ്പോൾ എന്തെങ്കിലും സൺലൈറ്റൊക്കെ അടിക്കുമ്പോൾ അവർ താഴെ പോയി നിൽക്കും. അതുപോലെ ഏതെങ്കിലും സാഹചര്യങ്ങളിൽ അവർ അൺകംഫർട്ടബിൾ ആണെന്നുണ്ടെങ്കിൽ അവർ താഴെ പോയിട്ട് നിൽക്കും. അല്ലാത്ത സമയത്ത് അവർ മുകളിലേക്ക് വരും. കണ്ടില്ലേ, അവരിങ്ങനെ സ്ലോ മോഷനിൽ നീങ്ങുന്ന മീനുകളാണ്. പിന്നെ ഗ്രോത്തിനെ ചെറുതായിട്ട് ബാധിക്കും ഇത്തരം ചെറിയ സ്പേസിൽ വളർത്തുകയാണെന്നുണ്ടെങ്കിൽ. നമ്മളിവരെ വാങ്ങിയിട്ട് ഏകദേശം 1 വർഷമൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ 1 വർഷം കൊണ്ടൊക്കെ അവർ ഇതിനേക്കാളും സൈസ് വെക്കുന്നതാണ്. ഇപ്പോൾ ഇതിപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഏകദേശം ഒരു 8 ഇഞ്ചിന് താഴെയാണ് വന്നിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു 1 വർഷം കൊണ്ടൊക്കെ ഇവർ അതിനേക്ക് മേലെ പോകുന്നതാണ്. 10 ഇഞ്ച് ഒക്കെ ആ ഒരു സൈസിലൊക്കെ ആവുന്നതാണ് എൻ്റെ ഒരു അറിവ്. അത് കൃത്യമായിട്ട് മുമ്പ് ചെയ്ത വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു 1 വർഷം കൊണ്ട് എത്ര സൈസ് ആവുമെന്നൊക്കെ. ആ കൃത്യം കണക്ക് എനിക്കിപ്പോൾ ഓർമ്മയില്ല. എനിക്ക് തോന്നുന്നു ഒരു 10 ഇഞ്ചിന് മേലെയൊക്കെ പോകുന്നു തോന്നുന്നു. ഇതാണ് നമ്മുടെ 3ാമത്തെ ബക്കറ്റിലെ ജയൻറ്റ് ഗൗരാമി. നമ്മൾ വെള്ളം കളഞ്ഞ് ഫ്രഷ് വെള്ളത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ചിങ്ങനെ നിർത്തിയിട്ടുണ്ട്. കണ്ടില്ല, അവരിങ്ങനെ സൈഡ് ചെരിഞ്ഞ് നിൽക്കും. അപ്പോൾ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാം. അതുകൊണ്ടാണ് കുറച്ച് വെള്ളത്തിൽ നമ്മൾ നിർത്തിയേക്കുന്നത്. കണ്ടില്ല, ഇതിൻ്റെ കളർ നിങ്ങൾ ശ്രദ്ധിച്ചോ, നല്ല ഒരു എന്താ പറയുക, ബ്ലാക്ക് കളറിൽ ഇങ്ങനെ സിൽവർ കളറിൽ തിളങ്ങുന്ന കണ്ടില്ലേ. അപ്പോൾ അതൊക്കെ നമ്മൾ ഇത്തരത്തിൽ ഈ വെള്ളത്തിൽ വളർത്തുകയാണെന്നുണ്ടെങ്കിൽ അതുപോലെ കിട്ടും. പിന്നെ ഇതിൻ്റെ സൈസ് കുറച്ച് ചെറുതാണ്, ഞാൻ നോക്കി. മറ്റവർ 2 പേരും 8 ഇഞ്ചിന് താഴെയാണെന്ന് ഞാൻ പറഞ്ഞു. ഇത് 7 ഇഞ്ചിനും താഴെയാണ്. അതായത് 6 ഇഞ്ചിനും 7 ഇഞ്ചിനും ഇടയ്ക്കാണ് ഇതിൻ്റെ സൈസ് വരുന്നത്. ഇത് കുറച്ച് ചെറുതായിരുന്നു എന്ന് ഞാൻ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ അതിൻ്റെ സൈസ് വലുതായപ്പോഴും ആ ഒരു സൈസ് കുറവ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട് മറ്റവരുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ, മറ്റ് 2 എണ്ണമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. അപ്പോൾ ഇതിൻ്റെ ബോഡിയും ശ്രദ്ധിച്ചു, കളറും കാര്യങ്ങളെല്ലാം ഓക്കെയാണ്. അതുപോലെ ഫിഗറും കാര്യങ്ങളെല്ലാം. അതുപോലെ ചിലതിന് ഈ സ്വിമ്മിങ്ങിൻ്റെ ഒക്കെ പ്രോബ്ലങ്ങൾ വരാറുണ്ട്. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ നോക്കിയത്. ഇതിന് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. ഈ 3 എണ്ണത്തിനും ഹെൽത്ത് കാര്യങ്ങളെല്ലാം ഓക്കെയാണ്. പിന്നെ ഞാൻ നേരത്തെ പോലെ പറഞ്ഞ കാര്യങ്ങൾ തന്നെ, അതായത് ബക്കറ്റിലിട്ട് വളർത്തുന്ന സമയത്ത് ഗ്രോത്തിനെ ചെറുതായിട്ട് ബാധിക്കും. അപ്പോൾ നിങ്ങൾ സെയിൽ ചെയ്യാനൊക്കെയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾ വലിയ ടാങ്കിലിട്ട് വളർത്തുന്നതാണ് നല്ലത്. കാരണം കുറച്ച് സമയം കൊണ്ട് മാക്സിമം ഗ്രോത്താണ് ഇപ്പോൾ സെയിൽ ചെയ്യാനൊക്കെ ആയിട്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ
അത് തന്നെയാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. അത് കുറച്ച് നാൾ കൊണ്ട് മാക്സിമം ഗ്രോത്ത്. അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ വലിയ സ്പേസിലിട്ട് വളർത്തുന്നതാണ് നല്ലത്. അപ്പോൾ മാക്സിമം ഗ്രോത്ത് കിട്ടും. അപ്പം ഞാൻ ഒരു ഹോബിയിസ്റ്റാണ്. അതുകൊണ്ട് എനിക്കങ്ങനെ സെയിൽസ് ഫോക്കസ് ഞാനിപ്പോൾ ചെയ്തിട്ടില്ല. ഭാവിയിൽ ചിലപ്പോൾ ചെയ്തേക്കാം. പക്ഷേ ഇപ്പോൾ നമ്മൾ ഹോബി ആയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഗ്രോത്ത് വലിയൊരു ഇഷ്യൂ ആയിട്ട് എനിക്ക് വരുന്നില്ല. മാത്രമല്ല ഈ ഒരു ചെറിയ സ്പേസിൽ ഞാൻ ഓക്കെയാണ്. അതിൻ്റെ ഗ്രോത്തിലും നമ്മൾ ഓക്കെയാണ്. നല്ല ഹെൽത്തി ആയിട്ടിരിക്കുന്നുണ്ട്, കളർഫുള്ളായിട്ട് ഓക്കെ ആയിട്ട് ഇരിക്കുന്നുണ്ട്. അത് തന്നെ ഓക്കെയാണ് എന്നെ സംബന്ധിച്ച്. പിന്നെ തീർച്ചയായിട്ടും നമ്മൾ വലിയ ടാങ്കുകൾ സെറ്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട് ഫ്യൂച്ചറിൽ. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് നമ്മൾ ഇവരെ ഈ ബക്കറ്റിൽ നിന്ന് നമ്മൾ മാറ്റും. അപ്പോൾ ഇതിൽ കുറച്ച് നാളും കൂടി ഇവരെ വളർത്താം. അത് കഴിയുമ്പോൾ നമ്മൾ വേറെ ഏതെങ്കിലും ടാങ്കുകളിലേക്ക് മാറ്റും. നമ്മൾ ആൽബിനോകളെ മാറ്റിയിട്ടുണ്ടായിരുന്നു. തൊട്ടപ്പുറത്തുള്ള 2 ബക്കറ്റുകളിൽ ചെറിയ ആൽബിനോകൾ കിടക്കുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞു. അതിനകത്ത് വലുതായിരുന്നു കിടന്നിരുന്നത്. ആ 2 എണ്ണത്തിനെയും നമ്മൾ ഔട്ട്ഡോർ ടാങ്കിലേക്ക് മാറ്റി. എന്നിട്ട് അതിലേക്ക് നമ്മൾ ചെറുതിനെ കൊണ്ടിടുകയാണ് ചെയ്തത്. അതുപോലെ തന്നെയാണ് നമ്മൾ ഈ ബക്കറ്റുകളിൽ ചെയ്യാറുള്ളത്. വലുതാകുമ്പോൾ നമ്മൾ വലിയ ടാങ്കിലേക്ക് മാറ്റും. ഈ ഒരു സൈസ് അല്ലെങ്കിൽ ഒരു കുറച്ചും കൂടിയും വലുതാവുന്ന ആ ഒരു സൈസ് ആകുമ്പോൾ അതുവരെയാണ് നമ്മൾ ഈ ബക്കറ്റുകളിൽ വളർത്തുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവർ ഇതിനകത്ത് വളരില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ വലിയ സ്പേസിലേക്ക് മാറ്റുന്നത്. പിന്നെ എണ്ണത്തിൽ കൂടുതൽ ഒരുമിച്ചിട്ട് വളർത്താൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും വലിയ ടാങ്ക് തന്നെ ചൂസ് ചെയ്യണം. അല്ലാന്നുണ്ടെങ്കിൽ ഗ്രോത്ത് നല്ല രീതിയിൽ സ്റ്റക്കായി പോകും, അല്ലെങ്കിൽ മുരടിച്ച് പോകും. ഇതിപ്പോൾ നമ്മൾ ഓരോന്നിനെ സെപ്പറേറ്റ് സ്പേസുകളിൽ ഇടുമ്പോൾ വലിയ പ്രശ്നമില്ല. കാരണം ഇവർക്ക് ഇതിനകത്ത് ബുദ്ധിമുട്ടുണ്ടാക്കാനായിട്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അതായത് ഒരുമിച്ചിടുമ്പോൾ ഇവർ ചെറിയ രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അഗ്രസീവ് ആവാറുണ്ട്. അത് കൊത്തുകൂടലൊക്കെ ചെയ്യും. ഇങ്ങനെ കൊത്തുകൂടൽ വന്നു കഴിഞ്ഞാൽ തന്നെ അവർക്ക് ചെറിയൊരു സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ വരും. അത് അവരുടെ ഗ്രോത്തിനെ ബാധിക്കാറുണ്ട്. ഇതിപ്പോൾ നമ്മൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് അവർ ഒരു ബക്കറ്റിനകത്ത് ഒറ്റയ്ക്ക് നിൽക്കുകയാണ്. അവർക്ക് വേറെ സ്ട്രെസ്സ് കാര്യങ്ങളൊന്നുമില്ല. ആരും അവരെ അടുത്തേക്ക് അറ്റാക്ക് ചെയ്യാനോ കൊത്താനോ പിടിക്കാനോ ഒന്നും വരുന്നില്ല. അതുകൊണ്ട് തന്നെ അവർ ഹാപ്പിയാണ്. നമ്മൾ കൊടുക്കുന്ന ഫുഡും കഴിച്ച് ഹാപ്പി ആയിട്ട് ഇതിനകത്ത് ഇരിക്കുന്നു. നമ്മൾ കറക്റ്റായിട്ട് വാട്ടർ ചേഞ്ച് കൊടുക്കുന്നു. അപ്പോൾ അതിൻ്റെ ഒരു റേറ്റ് ഓഫ് ഗ്രോത്ത് ഉണ്ട്. അത് അവർക്ക് കിട്ടുന്നുണ്ട്. പക്ഷേ ഒരു ഫാസ്റ്റ് ഗ്രോത്ത് ആണെന്ന് ചോദിച്ചാൽ അല്ല. അപ്പോൾ നമ്മുടെ ഈ 3 ബ്ലാക്ക് ജയൻറ്റ് ഗൗരാമികളുടെയും വാട്ടർ ചേഞ്ച് കഴിഞ്ഞിരിക്കുകയാണ്. അതുപോലെ തന്നെ അവരുടെ ഗ്രോത്ത് അപ്ഡേറ്റിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ട് എന്നുണ്ടെങ്കിൽ, അതായത് ഡൗട്ടായിട്ട് എന്തെങ്കിലും ചോദിക്കാനുണ്ട് എന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കാവുന്നതാണ്. നമ്മൾ തീർച്ചയായിട്ടും റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.